اللهم في صباح الجمعة اللهم اجعل لكل من يمر بضيق فرجا، ولكل مهموم راحة، ولكل حزين سعادة، ولكل داع إجابة. يا رب أفرجها على كل من ضاق به الحال. اللهم بارك لنا في هذه الجمعة ولكل من قال لا حول ولا قوة إلا بالله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى. صدق الله مولانا العظيم. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരന്മാർ, ജുമാദുൽ ഉഖ്റ മാസത്തിലെ 6-ാമത്തെ പകലിൽ 3-ാമത്തെ ദിവസം വെള്ളിയാഴ്ചയുടെ സുദിനത്തിലാണ് ഡിസംബർ 6-ന്റെ ഈ പകലിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുകയും അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുവേ, ഇതുപോലെ നാളെ നിന്റെ സ്വർഗ്ഗലോകത്തും ഞങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തീർത്തു തരണമേ റബ്ബേ. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, ഡിസംബർ 6 ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് അടങ്ങാത്ത വേദനയേറിയ കൈപ്പേറിയ ഓർമ്മകളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. 1992 ഡിസംബർ മാസം 6-നായിരുന്നു ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, മതേതരത്വത്തിൻ്റെയും മതസ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശവും കാറ്റിൽ പറത്തി പിച്ചി ചിന്തി ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ രാജ്യം തലകുനിക്കേണ്ടി വന്നത് ഈ ഡിസംബർ 6-നായിരുന്നു. 32 വർഷം പിന്നിടുകയാണ്. ഓരോ ഡിസംബർ 6 കടന്നു വരുമ്പോഴും ഈമാനുള്ള മനുഷ്യന് ഏത് കാലയളവിലാണെങ്കിലും കാലങ്ങൾ പിന്നിടുമ്പോഴും മറക്കാൻ കഴിയാത്ത വേദനിക്കുന്ന ഓർമ്മകളായി ഓരോ ഡിസംബർ 6 കടന്നു വരികയും ഭാവി തലമുറക്ക് വേദനാജനകമായ ഈ ചരിത്രമാണ് ഡിസംബർ 6 പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദിന്റെ ചരിത്രം പഠിക്കുമ്പോൾ 420 വർഷക്കാലം അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത അള്ളാഹുവിന്റെ പള്ളിയായിരുന്നു ബാബരി മസ്ജിദ്. ആ ബാബരി മസ്ജിദിന്റെ പേരിൽ 4.5 പതിറ്റാണ്ട് കാലം, 420 വർഷക്കാലം ഇബാദത്ത് ചെയ്ത ആ ഒരു പള്ളിയെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യാജ വാർത്തകൾ ചമച്ച് അവിടെ ക്ഷേത്രമായിരുന്നു,
ആ ക്ഷേത്രം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചത് എന്ന് നിരന്തരമായി കള്ളപ്രചരണം നടത്തി. അവിടെ സർവേ നടത്തുവാനും അതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായി. ആ ബാബരി പള്ളിയെ തകർക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 32 വർഷം പിന്നിടുമ്പോഴും ആ പള്ളി അവിടെ നിന്ന് തകർത്ത് തരിപ്പണമാക്കിയതിൽ ഒരു ന്യായവും ലോകത്തിന്റെ മുന്നിൽ ആർക്കും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും 10 ദിവസം പിന്നിടുമ്പോൾ അതേക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ ലിബർഹാൻ കമ്മീഷന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചുമതലപ്പെടുത്തുകയുണ്ടായി. 17 വർഷം അതേക്കുറിച്ച് കൃത്യമായി വിശകലനം നടത്തി, പഠനം നടത്തി, അന്വേഷണം നടത്തി 2009 ജൂൺ മാസം 30 ലിബർഹാൻ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വഴികൾ തകർക്കപ്പെടുകയാണ് ഇന്ത്യ രാജ്യത്ത് ചെയ്തിട്ടുള്ളത്. ജനാധിപത്യത്തിൽ ഇതിൽ പരം വഞ്ചനയോ അപരാധമോ നമുക്ക് മറ്റൊന്ന് കണ്ടെത്താൻ കഴിയില്ല. അത്രമേൽ വലിയ വഞ്ചനയാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. അത്രമേൽ വലിയ അപകടമാണ്, അപരാധമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത് എന്നാണ് അതേക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ കമ്മീഷൻ പോലും കണ്ടെത്തിയിട്ട് ഈ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ഇന്നും ഒരുപാട് പള്ളികളുടെ മേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് കള്ളം പറഞ്ഞ് ഈ രാജ്യത്തിന്റെ പൈതൃകം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അടുത്തായി ഉത്തർപ്രദേശിലെ ബദായൂനിൽ 850 വർഷക്കാലം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന 23,500 പേർക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഷംസി ഷാഹി മസ്ജിദ്, ആ പള്ളി ഇതുപോലെയാണെന്ന് ഇല്ലാ കഥകൾ പറഞ്ഞ് ആ പള്ളിയെയും തകർക്കാൻ ഇപ്പോൾ ഏറ്റവും അടുത്തായി മുന്നോട്ട് വന്നിരിക്കുകയും. നമുക്കറിയാം ഗ്യാൻവ്യാപി മസ്ജിദിനെ കുറിച്ച്, അപ്രകാരം തന്നെ മധുരയിലെ ഈദ്ഗാഹ് പള്ളിയെ കുറിച്ച്, സംബയിലെ ഷാഹി മസ്ജിദിനെ കുറിച്ച്, ഇങ്ങനെ ഇന്ത്യ രാജ്യത്തുള്ള വിവിധ പള്ളികളുടെ മേൽ അവകാശവാദം ഉന്നയിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വവും മതസ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ അവകാശത്തെക്കുറിച്ചും അത് ഇല്ലായ്മ ചെയ്യാൻ നിരന്തരമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ത്യ കണ്ട നിയമജ്ഞന്മാരിൽ അനുഗ്രഹീതനായ സുപ്രീം കോടതിയുടെ അഭിഭാഷകരുടെ കൂട്ടായ്മയായ ബാർ കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ദുഷ്യന്ത് ദവേ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വലിയ ഒരു നിയമജ്ഞൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഇങ്ങനെ ഇന്ത്യ രാജ്യത്തുള്ള വിവിധ പള്ളികൾക്കെതിരെ അനീതിയുടെ വർത്തമാനം പറഞ്ഞു അവിടേക്ക് സർവേക്ക് പോവുക എന്നുള്ളത് ഏറ്റവും വലിയ അനീതിയാണ്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് ഉറക്കം ലഭിക്കുന്നില്ല എന്ന്. ഈ രാജ്യത്ത് വിവരമുള്ളവരും വിവേകമുള്ളവരും ഈ അർത്ഥത്തിൽ പറയുന്നുവെങ്കിൽ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് ധിക്കാരികളായി ഈ രാജ്യത്ത് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം ഓർക്കേണ്ടത് ജാഹിലിയ കാലഘട്ടത്തെ കുറിച്ചാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വരുന്നത്. ആ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ധിക്കാരമായിരുന്നു, ഇങ്ങനെയുള്ള അഹങ്കാരമായിരുന്നു. അന്ന് വിശ്വാസികൾക്ക് നിസ്കരിക്കുവാനുള്ള ഒരു ആരാധനാലയം ഉണ്ടാക്കാൻ പോലും അനുവദിക്കാത്ത കാലയളവായിരുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ മുന്നിൽ ഒരു സ്വകാര്യ പള്ളി നിർമ്മിക്കാൻ ശ്രമം ആരംഭിച്ചപ്പോൾ അതിനെ തടഞ്ഞവരാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. എന്തിനധികം ഖുറൈശി വംശത്തിൽപ്പെട്ട ഹാഷിമി കുടുംബത്തിൽപ്പെട്ട അൽ അമീൻ എന്ന് സർവരാലും വിളിക്കപ്പെട്ട അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പരിശുദ്ധ കഅബാലയത്തിന്റെ അരികിലേക്ക് വന്ന് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് പോലും ശക്തമായി തടഞ്ഞിരുന്ന ധിക്കാരികളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്നാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, കല്ലാ, അത് വേണ്ട, ഇന്നൽ ഇൻസാന ലയത്ഗാ, തീർച്ചയായും മനുഷ്യൻ ധിക്കാരിയാവുകയും അഹങ്കാരിയാവുകയും, അർറആഹു ഇസ്തഗ്നാ, അവൻ തന്നെ മതി, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ല, മറ്റുള്ളവരെ ഭയപ്പെടേണ്ടതില്ല, മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കേണ്ടതില്ല. സ്വയം അഹങ്കാരിയായി ധിക്കാരിയായി സ്വയം പര്യാപ്തനാണ് എന്നുള്ള ഒരു തോന്നൽ മനുഷ്യന് കടന്നു വന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ഇലാ റബ്ബിക റുജ്ആ, തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്ക് തന്നെയാണ് നിന്റെ മടക്കം എന്ന് നീ ഓർക്കണം. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ഒരു അടിമ അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കാൻ കടന്നു വരുമ്പോ അതിനെ തടയുന്നത്, ആ ഇബാദത്ത് ചെയ്യുന്നത് ഇല്ലായ്മ ചെയ്യാൻ മുന്നോട്ട് വരുന്നത് നിങ്ങൾ കണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നു? അല്ലാഹുവിന്റെ തിരുദൂതർ കഅബാലയത്തിന്റെ അരികിലേക്ക് വരുമ്പോ വഴിയിൽ വെച്ചുകൊണ്ട് ആക്രമിക്കുമായിരുന്നു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസ്ഥലമെന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന, ഇന്നും മക്കത്തുൽ മുകറമയിൽ ചെന്നാൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് കഅബാലയത്തിന്റെ അരികിലേക്ക് കടന്നു വരുന്നതിന്റെ ഇടയിലായിരുന്നു അബൂജഹലിന്റെ വീടുണ്ടായിരുന്നത് എന്ന് ചരിത്രം പറയുന്നു. ദാറുൻ നദ്വ എന്ന് പറയുന്ന ശത്രുക്കൾ സംഗമിച്ച് സമ്മേളിച്ച് ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ആ പരിസര പ്രദേശങ്ങളിലായിരുന്നു. അല്ലാഹുവിന്റെ തിരുദൂതർ വരുമ്പോ അവരാക്രമിക്കുമായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തിയ ധിക്കാരികളും അഹങ്കാരികളുമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ചരിത്രം സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാലമെന്ന് പിന്നിട്ടപ്പെടും ആരാധനാലയങ്ങളെ തകർക്കാൻ, അപ്രകാരം തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ മുന്നോട്ട് വരുന്നുവെങ്കിൽ നാം വലിയ പ്രതീക്ഷയുടെ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നുള്ളതാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതർ കഅബാലയത്തിന്റെ അരികിലേക്ക് പോകുമ്പോൾ അബൂജഹലും കൂട്ടരും ആക്രമിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ മുത്തനബിയെ അവർ ആക്രമിച്ചു, അവർ അടിക്കുകയും വേദനിപ്പിക്കുകയും ശരീരത്തിൽ മുറിപ്പെടുകയും ചെയ്തപ്പോ അല്ലാഹുവിന്റെ തിരുദൂതർ തിരികെ വന്നിട്ട് തന്റെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോ, അന്ന് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ തീരമണഞ്ഞിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, തന്റെ പിതൃ സഹോദരന്റെ ഭാര്യ, ഏതർത്ഥത്തിൽ പരിചയപ്പെടുത്തിയാലും എളേമ എന്നോ കുഞ്ഞിമ എന്നോ വിളിച്ചാലും അവര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ മുഹമ്മദേ, എന്ത് സംഭവിച്ചു? സങ്കടം സഹിക്കവയ്യാതെ അല്ലാഹുവിന്റെ തിരുദൂതർ എന്ന് പറഞ്ഞത്, ഞാൻ ഒരു പിതാവില്ലാത്തവനല്ലേ, എന്റെ പിതാവുണ്ടായിരുന്നുവെങ്കിൽ ഇതിന് പകരം ചോദിക്കുമായിരുന്നു. എനിക്ക് ഉമ്മയില്ലല്ലോ, എന്റെ ഉമ്മയുണ്ടെങ്കിൽ എന്റെ ഈ വേദനക്ക് പരിഹാരം പറഞ്ഞതെന്ന് എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. ആരുമില്ലാത്തത് കൊണ്ടല്ലേ എന്നെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്നു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത്. ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഭാര്യ പറഞ്ഞു, നിങ്ങളൊക്കെ ഈ ഖുറൈശി തറവാട്ടിലെ ആൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ മോൻ മുഹമ്മദ് കരയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെന്ന് അന്വേഷിക്കൂ. ചെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ തിരുദൂതർ സഹിക്കാൻ കഴിയാതെ വിതുമ്പുകയാണ്. സ്വന്തം ചോരയാണല്ലോ ചോദിച്ചത്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, എന്നെ ശത്രുക്കൾ ആക്രമിച്ചു എളാപ്പ, എന്റെ ഉപ്പയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു പോവുകയും എന്റെ ഉമ്മയുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഓർമ്മ എന്നിലേക്ക് വരികയാണ്. പകരം ചോദിക്കാൻ ആരുമില്ല എന്നുള്ളത് കൊണ്ടല്ല എന്നെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം തിളക്കുകയാണ്, ഇറങ്ങി പുറപ്പെടുകയാണ്. അബൂജഹലിനോടും കൂട്ടരോടും പകരം ചോദിക്കുക. അതായിരുന്നു ആ കാലയളവ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരിക്കൽ കഅബാലയത്തിന്റെ അരികിൽ വെച്ച് അല്ലാഹുവിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചീറിപ്പാഞ്ഞെടുത്ത് അല്ലാഹുവിന്റെ തിരുദൂതരെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ
രക്ഷാകവചമായി പ്രതിരോധം നിരസിപ്പിച്ച് മുന്നിലും പുറകിലും വലതും ഇടതുമൊക്കെ നിന്ന് ആ ശത്രുക്കളിൽ നിന്നുള്ള അടി ഏറ്റുവാങ്ങിയത്. അപ്പോഴല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണുപോയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബോധം തിരികെ ലഭിക്കാനുള്ള വഴികൾ ചെയ്തു. പ്രിയപ്പെട്ട മാതാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. മാതാവ് എന്ന് പറയുന്നുണ്ട്, മോനെ വെള്ളം കുടിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു രംഗമുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാതെ എനിക്ക് വെള്ളം ഇറങ്ങൂല. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആളെ പറഞ്ഞയച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന സന്തോഷ വാർത്ത വന്ന് പറഞ്ഞപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കഴിയില്ല, എനിക്ക് ആ മുഖം കാണാതെ, എനിക്ക് എന്റെ മനസ്സിന് ഉറപ്പ് വരാതെ. വാരിയെടുത്ത് പുണ്യ നബിയുടെ ഹദറത്തിലേക്ക് കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നോക്കി വിതുമ്പി കരയുന്നുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല സിദ്ദീഖേ എന്ന് പറയുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് സന്തോഷം വരുന്നത്. പറഞ്ഞു വന്നത് ആ ഒരു കാലയളവ് അങ്ങനെയായിരുന്നു. എന്തിനധികം അള്ളാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് ശത്രുക്കളുടെ പീഡനമേറ്റ് ആ നാട് വിട്ടു പോകേണ്ടി വന്നിട്ടില്ല. മക്കത്തുൽ മുക്കറമയിൽ നിന്ന് മദീനത്തുൽ മുനവ്വറയിലേക്ക് ഇങ്ങനെ ത്യാഗങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമ്പോൾ മക്കയിലേക്കുള്ള ചെറിയ വഴികൾ കാണുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്, ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ. സ്വന്തം നാട്ടിൽ നിന്ന് ഇന്ന് വിദേശത്തേക്ക് തൊഴിൽ അന്വേഷിച്ച് പോകുന്നത് പോലെയല്ലല്ലോ, ഏതെങ്കിലും നാട്ടിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുന്നത് പോലെയല്ലല്ലോ, ഏതെങ്കിലും നാട്ടിലേക്ക് പഠനാവശ്യത്തിന് പോകുന്നത് പോലെയല്ലല്ലോ. സ്വന്തം നാട്ടിൽ നിന്ന് സർവരാലും ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത് ആ നാട്ടിൽ നിന്ന് വിട പറയേണ്ടി വരുമ്പോ ആ വഴിയിലൂടെ പോകുമ്പോ മക്കത്തുൽ മുകറമയിലേക്കുള്ള ചെറിയ വഴികൾ കാണുമ്പോ പുണ്യ റസൂല് വിതുമ്പിയിട്ടുണ്ട്. അപ്പോഴാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആശ്വസിപ്പിച്ചു, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ, തീർച്ചയായും നിങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ അനിവാര്യമാക്കി തന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല ലറാദ്ദുക ഇലാ മആദ്, ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് വിജയശ്രീ ലാളിതനായി നിങ്ങളെ മടക്കുക തന്നെ ചെയ്യും നബിയെ. അങ്ങ് പ്രതീക്ഷ വെക്കണം, അങ്ങ് നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ തിരുദൂതരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു? അള്ളാഹുവിന്റെ തിരുദൂതർ വിജയശ്രീ ലാളിതനായി മക്ക വിജയത്തിലൂടെ മക്കത്തുൽ മുകറമയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ധിക്കാരികളും അഹങ്കാരികളും അവർക്ക് പതനമുണ്ടായിരിക്കും. അന്യായമായി അക്രമപരമായി അനീതിയോടുകൂടി വർത്തിക്കുമ്പോ, മനുഷ്യരുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുമ്പോ, അള്ളാഹുവിന്റെ മുന്നിൽ ഇബാദത്തിൽ മുഴുകുന്നതിൽ നിന്ന് ജനങ്ങളെ തടസ്സപ്പെടുത്തുമ്പോ, അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അബൂജഹൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ ആ കിരാതമായ വാഴ്ചക്കെതിരെ അല്ലാഹു പറയുന്നുണ്ട്, ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ അലം യഅലം ബിഅന്ന അല്ലാഹ യറാ, തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് കാണുന്നുണ്ട് എന്നവൻ അറിയുന്നില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, ഇതവൻ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ ധിക്കാരങ്ങളും അഹങ്കാരങ്ങളും ഒക്കെ ഒരു ദിവസം ഇതിനൊക്കെ അവസാനമുണ്ടായി. അധികാരിയോട് പറയുകയാണ്, അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ അവന്റെ മൂർധാവിനെ, അവന്റെ കുടുമയെ നാം പിടിക്കുക തന്നെ ചെയ്യും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ, ആ കള്ളം പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ പ്രയാസമുണ്ടാക്കുന്ന, ആ തിന്മയുടെ തെറ്റിന്റെ പാപങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവന്റെ കുടുമയെ, അവന്റെ മൂർധാവിനെ നാം പിടിക്കുക തന്നെ ചെയ്യും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ ഫല്യദ്ഉ നാദിയ സനദ്ഉ സബാനിയ, ഞാൻ എന്റെ പ്രത്യേക കോർ കമാൻഡർമാരായ സബാനിയാക്കളായ മലക്കുകളെ വിളിക്കും എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, കല്ലാ ലാ തുതി വസ്ജുദ് വഖ്തരിബ്, അങ്ങനെയുള്ള ധിക്കാരികളെയും അധർമ്മകാരികളെയും
നിങ്ങൾ അനുസരിക്കേണ്ടതിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് ഇബാദത്തിൽ മുഴുകി ധന്യമാർന്ന ജീവിതം നയിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു കാലയളവിൽ ഈ ബാബരി ദിനത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സമർപ്പിക്കുവാനുള്ളത്. ഒന്നാമതായി അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക, രണ്ടാമതായി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒരുപാട് വിഷമഘട്ടങ്ങളും നിങ്ങളിലേക്ക് വരും. അതിന്റെ പുറകെയായി നിങ്ങൾക്ക് എളുപ്പത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വഴിയുണ്ടാകും. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ഒഴിവ് സമയമുണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് കഠിനാധ്വാനിയായി നിങ്ങൾ ഇബാദത്തിൽ മുഴുകണം. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥനയിലായി, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി എന്തൊക്കെ എണ്ണി പറഞ്ഞ് ദുആ ചെയ്യുന്നുവോ അതിലേറെ ഈ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് കഠിന ആഗ്രഹമുള്ളവരായിരിക്കും. നിങ്ങളുടെ നീയത്തും നിങ്ങളുടെ ആഗ്രഹവും ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കാകണം. അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതക്രമം ഒരുക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ എന്ന് തിരിച്ചറിയാൻ ഈ ദിവസത്തിൽ, ഈ വേദനിക്കുന്ന ഓർമ്മകൾ നിലനിൽക്കുന്ന ദിവസത്തിൽ നമുക്ക് സാധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്നുള്ള ഫറഹും സുറൂറും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളെയൊക്കെ നീ സഹായിക്കുകയും നിന്റെ സംരക്ഷണവും കാവലും എപ്പോഴും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇന്ത്യ രാജ്യത്ത് മതസ്വാതന്ത്ര്യവും മതസ്ഥാപനങ്ങൾ സംരക്ഷിക്കുവാനുള്ള അവകാശവും നീ നിലനിർത്തി തരണമേ റഹ്മാനെ. ധിക്കാരികളും അഹങ്കാരികളുമായ ആളുകളെ നീ ഒറ്റപ്പെടുത്തുകയും അവരുടെ ആ വ്യാജമായ ആരോപണങ്ങളൊക്കെ അവരിലേക്ക് തന്നെ നീ തിരിച്ചുവിടുകയും ചെയ്യണമേ റബ്ബേ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കുട്ടി പഠിക്കാനും മറ്റുമൊക്കെ പോകുന്നതിൽ വിഷമവും പ്രയാസവും മാനസികമായ സംഘർഷവും നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞു ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. കാരുണ്യവാനെ, നീ ആ കുട്ടിക്ക് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ഇല്ലായ്മ ചെയ്യും. പൈശാചികമായ അതുപോലെ തന്നെ കണ്ണേറിന്റെ വഴികളിലുള്ള എല്ലാ ഷർറുകളും നീക്കിക്കൊടുത്ത് കൂടുതൽ ഉത്സാഹവും ഊർജ്ജസ്വലതയും നൽകണമേ റബ്ബേ. അസുഖബാധിതർക്ക് വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണമേ റഹ്മാൻ. മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുവാനുണ്ട്. മുഹമ്മദ് കുട്ടി ഉസ്താദ് കൊണ്ടൂർ, അബ്ദുള്ള ഹാജി പാറപ്പ, ഹമീദ് ബല്ലിയോട്, അബ്ദുൽ ഖാദർ ഹാജി കുന്നംകൈ, ഉമർ ചൂണ്ടൽ, ഹഖീഖ് ഫറോക്ക്, ആയിഷ കീച്ചേരി, മീര അടിവാട്, മുഹമ്മദ് ഹാജി പാലിരി, നഫീസ കളത്തിങ്കൽ, അബ്ദുൽ ഖാദർ അവണ്ടിത്തറ, ഇങ്ങനെ 11 പേരുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാനുണ്ട്. അള്ളാഹു ഈ പേര് വായിക്കപ്പെട്ടവരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുമായ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളിക്കു ചുറ്റുമുള്ള കബറാളികൾക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. ഞങ്ങളിലുള്ള രോഗികൾക്ക്, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങൾക്കും നീ ശിഫ നൽകണമേ റഹ്മാനെ. മുസ്ലിം ലോകത്തിന്, മുസ്ലിം ഇന്ത്യക്ക്, മുസ്ലിം കേരളത്തിന് ഇസ്സത്ത് നൽകണമേ റബ്ബേ. ഇന്ത്യ രാജ്യത്ത് സൗഹൃദവും സമാധാനവും പാരസ്പര്യവും നിലനിർത്തണമേ റബ്ബേ. അള്ളാഹുവേ, നിനക്ക് സുജൂദ് ചെയ്ത പള്ളികൾ അള്ളാഹുവേ നീ നിലനിർത്തുകയും ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ നീ തൗഫീഖ് നൽകുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഫാസിസ്റ്റ് ശക്തികളെ നീ ഛിന്ന ഭിന്നമാക്കുകയും ഈ രാജ്യത്തെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെയൊക്കെ നാടുകളിൽ സൗഹൃദവും സമാധാനവും നിലനിർത്തണമേ റബ്ബേ. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.